ഉമ്മാടെ മഹത്വം പറഞ്ഞുള്ള ആരിഫിക്കാടെ വീഡിയോ കണ്ട് എന്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി. പറയിക്ക, ഈ പ്രോബ്ലം കൂടുതൽ ഉണ്ടാക്കിയിരുന്നത് നൂറയുടെ ഫാമിലിയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കി. അവിടുന്നാണ് കൂടുതൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാത്രമല്ല നൂറ ഉമ്മയെ ഉമ്മാന്നൊന്നും വിളിക്കാറില്ല, വേറെ എന്തൊക്കെയാണ് വിളിക്കുന്നത്. അത്രയും ദേഷ്യമാണ് അവര്. ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, ഒന്നല്ലെങ്കിൽ ഉമ്മയല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കാമോന്ന് ഞാൻ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പറയും അത് കാക്ക പറഞ്ഞാൽ മനസ്സിലാവില്ല. നൂറയോട് പറഞ്ഞു, എന്തൊക്കെയായാലും നമ്മുടെ സ്വന്തം ഉമ്മ അല്ലേ. ഉമ്മ എന്ന് പറഞ്ഞ ആരാ? നമ്മളെ പെറ്റ് വളർത്തിയതല്ലേ, നമ്മളെ പോറ്റിയതല്ലേ. ആരിഫിക്കാട ഒരൊറ്റ മറുപടി, ഹൃദയഭേദകമായ വാക്ക് കേട്ട് നൂറ പോലും പൊട്ടിക്കരഞ്ഞു പോയി. സ്വന്തം ജീവിതം കൊണ്ട് എങ്ങനെയാണ് ഒരു മാതാവിനെ ബഹുമാനിക്കേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന ഇക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാപ്രതിഭയാണ് ആരിഫിക്ക. ആരിഫിക്ക സ്വന്തം ഉമ്മാനെ എങ്ങനെയാണ് ബഹുമാനിച്ചെന്നറിയോ? കണ്ടു നോക്ക്. കരയരുത്. ഉമ്മ പറഞ്ഞിട്ട് തുടങ്ങിയ ഉമ്മ മദ്രസയുടെ പടി കണ്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ ഇതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന സാധനം എന്നാ പഠിച്ചിട്ടുള്ളത്? മദ്രസയുടെ പടി കണ്ടിട്ടില്ല, അവരുടെ ആ നാട്ടിലില്ല എന്ന് തന്നെ പറയും. ഉമ്മ പള്ളയും കാണിച്ച് ഫോട്ടോ എടുത്ത് നടന്നിരുന്ന സാധനമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതൊന്നും എടുത്ത് പുറത്തേക്ക് ഇടാനൊന്നും നമ്മളെ കിട്ടും. ഉമ്മാനെ വിളിച്ചിട്ട് അതിനുള്ള മറുപടിയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനിയും ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കിൽ നാറ്റിച്ചിട്ടായാലും ശരി, നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും. എന്നൊരു ഘട്ടം വന്നാൽ നമ്മളത് ചെയ്യും. കാരണം ഉമ്മാക്ക് ഞാൻ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. കണ്ടുപടിക്ക് നൂറ, കേട്ടിരിക്കുന്ന സഹൃദയരെ കണ്ടുപടിക്ക്. സ്വന്തം ഉമ്മാടെ പൊക്കിള് കാണുന്ന വീഡിയോ വരെ, ഫോട്ടോ വരെ പുറത്തിടുമെന്നാണ് ആരിഫിക്ക പറഞ്ഞിട്ടുള്ളത്. അത്രയും അധികം ഉമ്മാനെ അദ്ദേഹം ആദരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി ഉമ്മ കൂടുതൽ കളിച്ചാൽ ഉമ്മാടെ ബാക്കിയുള്ളവരുടെ എടുത്ത് പുറത്തിടുമെന്ന് പറഞ്ഞ, ഉമ്മാനെ പബ്ലിക്കിന് മുമ്പിൽ നാറ്റിക്കുമെന്ന് പറഞ്ഞ, ഇതുപോലൊരു മോൻ എവിടെ ഉരുളി കമത്തിയാ കിട്ടിയത്? ഇതുപോലൊരു മോൻ ആരിഫിക്ക. പോട്ടെ. ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, ഒന്നല്ലെങ്കിൽ ഉമ്മയല്ലേ ഇങ്ങനെയൊക്കെ വിളിക്കാമോന്ന് ഞാൻ വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഉമ്മാനെ പബ്ലിക്കിൽ നാറ്റിച്ചിട്ടായാലും ശരി, നമ്മൾ അതിന് മറുപടി കൊടുക്കേണ്ടി വരും എന്ന്